ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 701 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കൊലോസ്യർ 3 അധ്യായം 8 തിരുവചനമാണ്. ഇപ്പോഴോ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് പുറപ്പെടുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അളവിൽ വ്യത്യാസമുണ്ടെങ്കിലും കോപവും ക്രോധവും ഈർഷ്യയും നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ട്. ദൂഷണം പറയുന്നവരും ദുർഭാഷണം ചെയ്യുന്നവരും കുറവല്ല. മുതിർന്ന ആളുകൾ പറയുന്നതായ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേട്ടിട്ട് അത് ആവർത്തിക്കുന്ന കുട്ടികളുടെ എണ്ണവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ ചില സംസാരങ്ങൾക്ക് കടിഞ്ഞാണിടേണ്ടത് ആവശ്യമാണ് എന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കാവശ്യമായിട്ടുള്ളത് നമ്മുടെ അധരങ്ങളുടെ ശുദ്ധിയാണ്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ, സാറാഫുകളിൽ ഒരുത്തൻ ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് പറന്നു വന്ന് പ്രവാചകന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പരസ്പരം കലഹിക്കുകയും വാക്കുകൾ കൊണ്ട് സഹോദരങ്ങളെയും അരികിൽ നിൽക്കുന്നവരെയും ഒക്കെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ കാലയളവിൽ, പ്രിയമുള്ളവരെ, കനലുകൾ കൊണ്ടുള്ളതായ ഒരു ശുദ്ധീകരണം നമ്മുടെ അധരങ്ങൾക്കും ആവശ്യമാണ്. ദൈവ തിരുസന്നിധിയിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ളതായ സകല പാപങ്ങളും, നമുക്കുള്ളതായ അശുദ്ധിയും കുറവുകളുമൊക്കെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി നൽകപ്പെടുന്നതായ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട അനുഭവിക്കുവാൻ തക്കവണ്ണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.